പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ പ്രാർത്ഥന, ദാവീദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ആ പ്രാർത്ഥന അത് ശരിയാണ്. അതുകൊണ്ട് ദാവീദ് അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥിതി നിലവിൽ വന്നപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമാണ്. സ്തോത്രം. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവ്വന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കണ്ടോ, പ്രമാണം മാറിയത് കണ്ടോ? മത്തായി 5 ന്യായപ്രമാണത്തെ തിരുത്തി ക്രിസ്തുവിൻ്റെ പ്രമാണം സ്ഥാപിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. ന്യായപ്രമാണത്തെ തിരുത്തി ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം സ്ഥാപിക്കുന്ന ഒരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഹല്ലേലൂയ. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവർക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പോൾ മോശയുടെ പ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നു. പൂർവ്വന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. ദുഷ്ടനോട് എതിർക്കരുത്, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ വഹിക്കുക എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 109-ാം സങ്കീർത്തനം വായിച്ചു കേൾപ്പിച്ചല്ലോ. ദാവീദ് പറഞ്ഞത് എന്തൊക്കെയാണ്? ദാവീദ് പറഞ്ഞത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥപ്രകാരം പറഞ്ഞത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, എന്ത് ചെയ്യണം? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ സ്വർഗസ്വനായ പിതാവിൻ്റെ പുത്രന്മാരായി തീരണമെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കണം, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, നശിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇറാൻകാരൊരു പ്രസ്താവന ഇറങ്ങി, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഞങ്ങളോട് കാണിക്കുന്ന ഈ ഉപദ്രവങ്ങൾക്ക് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് മാത്രമല്ല, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് വരെ ഞങ്ങൾ തലയെടുക്കുമെന്ന് ഇറാൻകാർ നടത്ത പ്രസ്താവനയാണ്. അവർ പ്രസ്താവിച്ച പ്രസ്താവന ഞാൻ വായിച്ച് പറയുക, ചുമ്മാ പറയുകയല്ല. അപ്പോൾ അവർ കടത്തി ആ പ്രമാണത്തെ ഒന്നുകൂടി ഗൗരവമാക്കി എടുത്തിരിക്കുക. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നല്ല, ഞങ്ങൾ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും മാത്രമല്ല, ഞങ്ങൾ തലവരെ എടുക്കുമെന്ന്. അത്രയ്ക്ക് വൈരോഗ്യമാണ്. അത് ആ പ്രമാണത്തിൻ്റെ ആണെന്നേ. പെന്തക്കോസ്ത് മാസ്റ്റർമാർ കോടതിയിൽ കയറുന്നവരും കേസിന് പോകുന്നവരും രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കേസിന് പോയി കേസ് പറഞ്ഞ് ആവശ്യമില്ലാത്ത ഏടാകുടത്തിലൊക്കെ തിന്ന് ചാടുമ്പോൾ ചിന്തിച്ചോ, നിങ്ങളും ഇവരുടെ അണ്ണന്മാരാണെന്ന് ചിന്തിച്ചോണം. അണ്ണന്മാരോ തമ്പിമാരോ, നിങ്ങൾക്ക് ദൈവരാജ്യമില്ല, ഉറപ്പതിന്. കാരണം അത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പഠിപ്പിക്കുക അവരെ. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഞെട്ടിപ്പോയത്. ഈ അന്യായം ചെയ്യുന്നവരാരാ? കോടതി കയറുന്നവരാ. സ്വപ്നം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന്. ഏതാ അന്യായം? കോടതി കയറുന്ന അന്യായമാണ്. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പൻ തുറന്നെടുപ്പുകാർ, വിഗ്രഹാരാധികൾ, വിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർക്കും ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ശക്തിയോടെ പൗലോസ് പഠിപ്പിക്കുകയല്ലേ. ഈ ദിവസങ്ങളിൽ ഞാനിതൊക്കെ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗലാത്യ ലേഖനത്തിലുണ്ട് ദൈവരാജ്യം അവകാശം പറ്റാത്ത ഒരു ഗ്രൂപ്പ്. അതുകൂടി അങ്ങ് വായിക്കുക. ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ദുർനട, പശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, സ്വത്രം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് ഈ വക എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, അപ്പോൾ കൊരിന്ത്യർ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഒരു ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവർ,
ഒരു രൂപാന്തര ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. മരിക്കുന്നവരെ കാത്തിരിക്കാതെ. മരിച്ചു കഴിഞ്ഞ് പാസ്റ്റർമാർക്ക് വന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയാനുള്ള അവസരം നിങ്ങൾ കൊടുത്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ അതിന് ഉപദേശം അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതാരും സഭകളെ പഠിപ്പിക്കുന്നില്ല, അതാരും വായിച്ച് കേൾപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നുണ്ട്, കേൾപ്പിക്കുന്നുണ്ട്, മരിച്ചതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല. വാഴ വെട്ടിയതിന് ശേഷം കൊണ്ടുവന്ന് വളവിടുന്നതിന് പോലെയേ ഉള്ളൂ. അപ്പോൾ പറയും കുഞ്ഞു വാഴകൾ വളർന്നു വരുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണെന്ന്. അതിലൊന്നും അർത്ഥമില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അത് അങ്ങനെ വളയിടാനായിട്ട് പറ്റത്തില്ല. വാഴ പിരിച്ചു വെക്കണം. പിന്നെ പിരിച്ചു വെച്ച് തനിത്തനിയായിട്ടാണ് പിരിച്ചു വെച്ച് ആ വളം ഇടുന്നത്. ഒരാളെ വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ മൂട്ടിക്കൊണ്ടൊന്ന് വഴയിടുകയാണെങ്കിൽ സുബോധമുള്ളവൻ അത് ചെയ്യത്തില്ല. സ്തോത്രം. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പം നമുക്ക് നിത്യജീവൻ കിട്ടണം, നമുക്ക് നിത്യജീവൻ പ്രാപിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശവും നാം അനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പല ആത്മീക മർമ്മങ്ങളും പഠിച്ചത് ഞാൻ ഈ ദിവസങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ ഇടയായി. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നു. ശമരിയാസ്ത്രീയോടുള്ള ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത്. അതിൽ കർത്താവ് അവരോട് പറയുന്നൊരു വാക്യമാണ്. യേശു അവരോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. ഞാൻ കൊടുക്കുന്ന വെള്ളം, ദൈവവചനത്തെ വെള്ളമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ദൈവവചനം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുക, ആത്മാവിനാലുള്ള ശുദ്ധീകരണം, കർത്താവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കൂടിവരവുകളിലും ദൈവവചനം സംസാരിക്കുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകും? നമ്മുടെ തെറ്റുകളെ സ്പർശിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ആ വചനത്തിന് മുൻപാകെ നമ്മളെ തെറ്റുകളെ സംബന്ധിച്ച് നമ്മൾ നിറകണ്ണുകളോടെ ശുദ്ധീകരണത്തോടെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയമായൊരു ശുദ്ധീകരണം കിട്ടും. അതാണ് നീതി ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് റോമാലേഖനം 19-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം. വചനം കേൾക്കുമ്പോൾ നീതി, കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ യോർദാൻ നദിയിൽ യേശുക്രിസ്തു സ്നാനമേറ്റു. സകല നീതി നിവർത്തിക്കുന്നത് ഉചിതം. ദൈവത്തിൻ്റെ ആലോചനയാണ് സ്നാനം, ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്നാനം. അത് കർത്താവ് ഏറ്റു. സകല നീതി നിവർത്തിക്കുന്നത് ഉചിതം. അപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതി ചെയ്യുക. കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ജീവിതത്തിൻ്റെ നാനാ തുറകളിലും അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശങ്ങൾ ഓരോന്നും നമ്മൾ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നു, വിശുദ്ധീകരണത്തിലേക്ക് നടത്തപ്പെടുന്നു. ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് നടത്തപ്പെടുക ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ നിത്യജീവൻ കിട്ടുകയൊന്നുമല്ല. നിത്യജീവൻ കിട്ടാൻ പണിയുണ്ട് ദൈവമക്കളെ. മരിച്ചു കഴിയുമ്പോൾ പാസ്റ്റർ വന്ന് ബെയ്യുള്ള ദേശത്ത് പോയി നിത്യതയിൽ പോയി പ്രൊമോട്ടഡ് ഹെവൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. കാരണം നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. അത് നമ്മൾ പ്രാപിക്കണം. അതവിടുത്തെ വിഷയം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങൾ എന്താണെന്ന് നോക്കാം. 5:39-40. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ
നിങ്ങൾക്ക് മനസ്സില്ല. യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞതാ. ഇന്ന് പെന്തക്കോസ്തുകാരോട് ഞാൻ പറയാ, ഇത് എന്താ പറയുന്നത്? ഈ തിരുവെഴുത്തുകളിൽ നിങ്ങൾ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യേശു യഹൂദന്മാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിൽ നിങ്ങൾ അനുസരിക്കുന്നില്ല. സ്തെഫാനോസ് പറഞ്ഞതാ, ന്യായപ്രമാണം ചില രക്ഷ എന്നുള്ളത് യാഗം കഴിച്ച് നിയമം ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാം. ഒരു ടെമ്പററി പ്രമാണമാണ്. സ്ത്രീയുടെ സന്തതി വരുന്നവരെ, വാഗ്ദത്ത സന്തതി വരുന്നവരെ കൊടുത്ത ഒരു ടെമ്പററി ലോയാ. അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിക്കപ്പെടുന്നു, പാപം മറക്കപ്പെടുന്നു, പാപം മോചിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്താൽ പാപം മോചിക്കപ്പെടുന്നില്ല, മറക്കപ്പെടുന്നു. മോചിക്കുന്നത് എങ്ങനെയാ? മർക്കോസ് 2:5 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് കെട്ടി വലിച്ചു കൊണ്ടുവന്ന് വെച്ചില്ലേ യേശുവിൻ്റെ മുമ്പാകെ? ഇപ്പൊ യേശുവിൻ്റെ അടുക്ക കൊണ്ടുവന്ന് വെച്ചതിനെ കുറിച്ച് ആ പ്രസംഗം. ഓട് പൊളിച്ചെന്നു, ഏതോടായിരുന്നെന്നു, 4 കയറ് 4 കട്ടിലിൻ്റെ കയലിൽ കെട്ടിയെന്നും ഒരുപോലെ പിടിച്ചിറക്കിയെന്നും, ഇതൊക്കെയാ പ്രസംഗം. എന്തോ ഒരു പ്രസംഗം പറയും, മരഞ്ചാഞ്ഞു വരുന്ന പ്രസംഗം. ഇവിടെ അവിടുത്തെ വിഷയം കെട്ടിയിറക്കി വെച്ചു എന്നുള്ളതല്ല, കെട്ടിപ്പിറക്കി കൊണ്ടുവന്നതൊന്നുമല്ല. അവരോട് യേശു പറഞ്ഞതാണ് അവിടുത്തെ പ്രസംഗ വിഷയം. അതിൻ്റെ കണ്ടൻസ് അതാ: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. സങ്കീർത്തനത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറക്കുകയും ചെയ്യുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവ് വന്നിട്ട് നിന്റെ പാപങ്ങൾ, മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അപ്പൊ പാപമോചനം യേശുക്രിസ്തുവിനോടാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിലൂടെ പാപമോചനം ലഭിച്ചവൻ പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടക്കണമെന്നാണ് റോമർ 6 പഠിപ്പിക്കുന്ന പഠനം. വളരെ ഗഹനമായ പഠനങ്ങളാണ് അതൊക്കെ. നമ്മുടെ തലയിലോട്ട് അതൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ പ്രത്യാശ നമുക്കുണ്ടാകും. ഞാനൊക്കെ റോമാലേഖനം 6-ാം അധ്യായം ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരിക്കൽ കേൾക്കാത്ത സംഭവം കേൾക്കുന്നേ. ദൈവം വചനം പരമേൽപ്പിച്ച ദൈവഭൃത്യന്മാരുടെ വചനം കേൾക്കണം. ദൈവം വചനം പരമേൽപ്പിച്ചവരുണ്ട്, ഇന്നങ്ങനെ പലരും ഉണ്ട്. പക്ഷെ അത് ചുരുക്കമാണ്, ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം ഇതെടുത്ത് പ്രസംഗിച്ച് കഞ്ഞൂടി കുടിച്ചോണ്ടിരിക്കുക, കുടുംബം വളർത്തിക്കൊണ്ടിരിക്കുക, വീട് വെച്ചുകൊണ്ടിരിക്കുക, കാറ് മേടിച്ചുകൊണ്ടിരിക്കുക. ഈ അങ്കമാലി ഭാഗത്തെങ്ങാണ്ട് ഒരു പാസ്റ്റർ ഉണ്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 4-5 വർഷം ഒരു സഭയിൽ ഇരുന്നാൽ പാസ്റ്റർ 5 സെന്റ് സ്ഥലവും വാങ്ങി ഒരു വീട് വെക്കും. അത് കഴിഞ്ഞു അവിടെ നിന്ന് ട്രാൻസ്ഫറായി വേറെ സ്ഥലത്ത് 3-4-5 വർഷം ഇരിക്കും, അവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി വീടും വെക്കും. അത് കഴിഞ്ഞു വേറെ സഭയിലേക്ക് പോകും, അവിടെ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കും. ഉള്ള പണി ഇതാണ്. പണ്ട് മുരളീധരൻ പാസ് പറഞ്ഞ പോലെ പുള്ളിക്കറിയാവുന്നൊരു പാസ്റ്റർ ഉണ്ട്. ഒരു കാറ് മേടിക്കും, ഒരു പുതിയ കാറ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂ ബ്രാൻഡ് വരാൻ നോക്കിയിരിക്കുക പാസ്റ്റർ. വന്നു കഴിഞ്ഞാൽ ഇത് ഉടനെ കൊടുത്തിട്ട് മറ്റത് മേടിക്കുക. അതൊരു 1 വർഷം 2 വർഷം ഓടിച്ചു കഴിയുമ്പോൾ ന്യൂ ബ്രാൻഡ് വന്ന് പിന്നെ അടുത്ത ന്യൂ ബ്രാൻഡ് വാങ്ങുക. അപ്പോൾ പുള്ളിയുടെ ശിശുവിടെ കാറ് വാങ്ങല, വേറൊരു ശിശുവിടെ വീട് വെക്കല. പിന്നെ വിശ്വാസി എന്ത് ചെയ്യും വചനം കേൾക്കാൻ? വിശ്വാസിയുടെ ഗതി അതോ ഗതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ ഈ പറയുന്ന എൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വിലയിരുത്തുക. ഇവിടെ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, യഹൂദന്മാരുടെ കർത്താവ് പറയുക. അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള അല്ലെങ്കിൽ അവരുടെ മഷിക വന്ന് നിത്യജീവൻ തരുന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് അവിടെ പറയുന്നത്. വിശ്വസിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ വായിക്കുന്ന തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുക. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് എന്തില്ല? മനസ്സില്ല. നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ മനസ്സില്ല. അതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാർക്ക് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ മനസ്സില്ല. പാസ്റ്റർമാർ പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് കയറ്റിവിടും, അത് അവിടെ നോക്കിയിരിക്കുന്നത്. ഞാനൊക്കെ സഹോദരിയോട് പറഞ്ഞു, സഹോദരി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മ ഓടി മുമ്പോട്ട് പോകണ്ടേ, സ്വർഗത്ത് പോകണ്ടേ? ആ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കുഴിച്ചിടാൻ സ്ഥലം കിട്ടില്ല. പുള്ളി പുൽക്കാരിൻ്റെ ആഗ്രഹം കുടിച്ചിടുക എന്നുള്ളത് ഇന്നും ഉണ്ട്. പുള്ളിക്കാരി അവിടെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. കാരണം പോകുന്ന കൂട്ടായ്മയും വിശ്വാസികളും കുടുംബവും ഒക്കെ തലകുത്തിനെ നിൽക്കുക. കുടിച്ചിടലല്ല, മരിച്ചു കഴിഞ്ഞ് അടക്കുന്നതല്ല വിഷയം. മരണാനന്തരം ഉയർത്തെഴുന്നേറ്റ് വരുമോ എന്ന് നോക്കണം, അതാ വിഷയം. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരെ ആരെ കുടിച്ചിട്ടു? സ്തെഫാനോസിനെ കുടിച്ചിട്ടു എന്ന പുസ്തകത്തിൽ തെളിവ് കിട്ടുന്നുണ്ട്.
പൗലോസിനെ കാല് കുഴിച്ചിട്ടു, തലവെട്ടി അപ്പുറത്തിപ്പുറത്ത് കൊണ്ട് ഇട്ടപ്പോൾ ചീഞ്ഞ് നാറാതിരിക്കാൻ ആരെങ്കിലും എടുത്ത് കുഴിച്ചിട്ടാണ്. ഇന്നത്തെ പാസ്റ്റർമാരുടെ കയ്യിലോട്ട് ആ ഡെഡ് ബോഡി കിട്ടിയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അടക്ക് ശുശ്രൂഷ അവരങ്ങ് ചെയ്തു തന്നെ. കാരണം പൗലോസല്ലേ. അടക്കല്ല വിഷയം ദൈവമക്കളെ, ഉയർപ്പാണ് വിഷയം. കല്ലറയിൽ കടന്ന് ഉഴുത്തരിച്ചു പോയാലും ദൈവപുത്രൻ വരുമ്പോൾ രൂപാന്തര ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കുക. ഉയർപ്പാണ് നമുക്ക് വിഷയം, അടക്കല്ല. ഡെഡ് ബോഡി കത്തിച്ചു കളഞ്ഞാലും ആ ചാമ്പലായി പോയെന്നിടത്ത് എഴുന്നേറ്റവർ വരും. ഇന്ന് ഞാൻ കണ്ടുവരുന്നൊരു പ്രവണത, ഒന്ന് കല്യാണം രാജകീയമായ നിലയിലാണ് നടത്തുന്നത്, 2 മരണം രാജകീയമായ നിലയിലാണ് നടത്തുന്നത്. അത് പേരുകെട്ട പാസ്റ്റർ വന്ന് തന്നെ ആ കുഴിയിലോട്ട് സെല്ലിലോട്ടോ കുഴിയിലോട്ടോ പ്രാർത്ഥിച്ചു വെക്കണം, ഇല്ലെങ്കിൽ പുള്ളി ഉയർത്താൻ നിൽക്കത്തില്ല. എവിടെ നിന്ന് വന്ന് ഈ അന്ധവിശ്വാസം? പ്രസ്ഥാനത്തിലെ ഏറ്റവും തലതൊട്ടപ്പന്മാരായ പാസ്റ്റർമാർ തന്നെ വന്നിട്ടാൽ ഈ അവസാനത്തെ പെട്ടി അടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചോണം, ഇല്ലെങ്കിൽ പുള്ളി നരയത്തിൽ പോവും. അതുകൊണ്ട് ക്യാപ്റ്റൻ ശമ്പൂല് വരച്ചോ പറഞ്ഞ് 2-3 മണിക്കൂറിനുള്ളിൽ എൻ്റെ ശവം കൊണ്ടേ കുഴിച്ചിട്ടേക്കണം. വെച്ച് കൊട്ടി ഈ കോഴി കെടാൻ നേരത്ത് കോഴിക്കുഞ്ഞിന് രോഗം വരുമ്പോൾ പാട്ടയുടെ അടിയിലിട്ട് ഇങ്ങനെ കൊട്ടുന്ന പരിപാടിയൊന്നും എൻ്റെ ശവം വെച്ചുകൊണ്ട് നടത്തരുതാരും നിങ്ങൾ. മനസ്സിലായോ? ഞാൻ മരിച്ചാൽ ഒരുത്തന്നേറ്റ് വരും, ഞാനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഇവരുടെ വന്നിരിക്കുന്നവരുടെ പാട്ടും പ്രാർത്ഥനയും അല്ല മാനദണ്ഡം എന്ന് മനസ്സിലാക്കിക്കോണം. ഒരു പാസ്റ്റർ മരിച്ചപ്പോൾ ഞാനവിടെ ഒരു ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അമ്മാമ്മ പറയാം, പാസ്റ്റർ ഞങ്ങളെല്ലാം ശിക്ഷണത്തിൽ വളർത്തി, പാസ്റ്റർ നല്ല ഒരു ദൈവദാസനായിരുന്നു, പാസ്റ്ററിനെ കുറിച്ച് 100 കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിരുന്നു, എല്ലാവർക്കും സന്തോഷം. ഞാൻ നിശ്ചയമായി വിശ്വസിക്കുന്നു എൻ്റെ അച്ചായൻ നിത്യതയെ കാണും. അതാണോ നിത്യതയെ കാണുന്നതിനുള്ള മാനദണ്ഡം? അമ്മാമ്മയുടെ സാക്ഷ്യമാണോ പുള്ളിയെ നിത്യതയെ കൊണ്ടുപോകുന്നത്? ആ പാസ്റ്റർ എങ്ങനെ ജീവിച്ചോ എന്നുള്ളതാണ് എൻ്റെ നിത്യത. അത് മനസ്സിലാക്കേ. സുബോധം നഷ്ടപ്പെട്ട വിശ്വാസികളെ ഇന്ന് ആത്മീയ കോളത്തിൽ കിടക്കുന്നത്. ഇവിടെ ഐക്യസുനി പറയുന്നുവല്ലോ, മൊണ്ണകളായിട്ടുള്ള വിശ്വാസികൾ 10% തന്നുകൊണ്ടിരുന്നവരോട് നിങ്ങൾ എനിക്ക് 20% വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ മൊണ്ണകളായിട്ടുള്ള വിശ്വാസികൾ അത് കേട്ടുകൊണ്ടിരിക്കുക. പഠിപ്പിക്കുന്ന ഉപദേശമോ യാതൊരു ഗുണനിലവാരമില്ലാത്തതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു തട്ടിപ്പ് വീരൻ ഒരു ബോക്സ് വെച്ചിട്ട് പറയുന്നു, ഈ വേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം ഇതിലിടാം, മാലയിടാം, സ്വർണ്ണമിടാം, നാക്കുത്തുവിടാം, കാക്കുത്തുവിടാം, മൂക്കുത്തുവിടാം. പിന്നെ ഈ വന്നിരിക്കുന്നവരൊക്കെ ഈ വകുപ്പുള്ളവരല്ലേ വന്നിരിക്കുന്നത്. വെളിവുള്ള വല്ലവനുണ്ടോ? വെളിവുള്ള വല്ല വിശ്വാസങ്ങളുണ്ടോ കൂട്ടത്തിലെ? ഉള്ള പോക്കറ്റിൽ വാന വലിപ്പത്തിൽ മൊബൈൽ ഇരിപ്പുണ്ട്, അതൊട്ട് ഇടാൻ പുള്ളി തയ്യാറുമല്ല. നിങ്ങൾ കൊണ്ട് ഇട്ടോ. കൊള്ളക്കാർ കൊള്ളയടിക്കുന്നവരെ ആത്മീയ കോളത്ത് കിടന്ന് വിരഹിക്കുകയാണ്. ദൈവമക്കളെ മനസ്സിലാക്കിക്കോ, ചതിപ്പെടരുത്. സർപ്പം ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയെ നമ്മളെയും വിട്ട് വഷളായി പോകാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ ഭൗതികമായ അനുഗ്രഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ എടുത്ത് പ്രസംഗിച്ച് നമ്മളെ വഞ്ചിച്ച് ചതിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രത. നായ്ക്കളെ സൂക്ഷിക്കുക, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുക, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുക. ആരാണ് ഈ നായ്ക്കൾ? ശുശ്രൂഷകന്മാരെ. വേണമെങ്കിൽ അതൊന്ന് പറഞ്ഞു വെപ്പിച്ചേക്കാം. പലർക്കും അറിയത്തില്ല ഈ നായ്ക്കൾ ആരാന്ന്. ആർക്കും ഇതുവരെ അറിയത്തില്ല. ചിലർക്കൊക്കെ അറിയാം, ചിലർക്കൊന്നും അറിയത്തില്ല. അവർക്ക് വേണ്ടി, അവരുടെ അറിവിന് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുക. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ. യെശയ്യാവ് 56-ന്റെ 10, 11, 12 വാക്യങ്ങൾ കുറിച്ചിട്ട് വേണം. അവൻ്റെ കാവൽക്കാർ കുരുടന്മാർ, അവരെല്ലാവരും പരിജ്ഞാനമില്ലാത്തവർ, അവരെല്ലാവരും കുരപ്പാൻ വയ്യാത്ത ഊമനായികൾ. എന്താ ഈ കുരപ്പാൻ വയ്യാത്തതെന്ന് പറഞ്ഞാൽ? ദുരുപദേശം പറഞ്ഞുകൊണ്ട് വന്നാൽ അതിനെ ഉപദേശം കൊണ്ട് ഖണ്ഡിക്കാൻ കഴിവില്ലാത്തവർ, പുരുഷത്വമില്ലാത്തവർ. ഈ പുരുഷന്മാരിൽ തന്നെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, അറിയാമോ? അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചത് സഹോദരന്മാരായ പുരുഷന്മാരെ. കാരണം പെണ്ണുങ്ങളാണ് സഹോദരന്മാരായ പെണ്ണുങ്ങൾ, പുരുഷന്മാരെ ഇഷ്ടം പോലെ എന്നുള്ളത് ആത്മീയ കുളത്തിൽ. വിശേഷാൽ പല വലിയ 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 കുടുംബത്തിലെ അച്ചായന്മാർ എല്ലാം പുരുഷന്മാരാണെങ്കിലും അവർ സഹോദരിമാരെ പോലെയാണ്. അവിടുത്തെ പുരുഷൻ പുരുഷിയ, പുള്ളിക്കാരി ഒന്ന് ഒച്ച വെച്ചാൽ തീർന്ന് അതോടെ.
കോടീശ്വരൻ അച്ചായൻ്റെ നാവ് പൂട്ടിപ്പോവും. എത്ര ഗതികെട്ട അനുഭവമാണ്. എനിക്കാരും വേണ്ടി ഞാനങ്ങ് തുറന്നങ്ങ് പറയുക. കാരണം ഈ വകുപ്പ് ഇഷ്ടം പോലെ കിടപ്പുണ്ടെന്നേ. മാനസാന്തരപ്പെട്. അച്ഛന്മാരെല്ലാം, അച്ചായന്മാരൊക്കെ മാനസാന്തരപ്പെട്. അമ്മമ്മമാർ അച്ചായന്മാർക്ക് കീഴ്പ്പെട്. പുരുഷന് കീഴ്പ്പെടണം ഭാര്യ. എനിക്കറിയാം, ഒരു വിവാഹം നടന്നൊരു കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ സഹോദരൻ സഹോദരി തമ്മിൽ കൊച്ചിനെ പ്രതീക്ഷിക്കാൻ ചെന്നപ്പോൾ അവിടെ ഭർത്താവ് ഭാര്യയായി, ഭാര്യ ഭർത്താവുമായി. ശരിക്കും ഞാൻ പുള്ളിയോട് പറയാനിടയായി. കാരണം അങ്ങനെ ആകാൻ പാടില്ല. കൊച്ചിന് പേരിടാൻ നേരത്ത് പാർട്ടി ചോദിക്കുക, സഹോദരി എന്ത് പേരായി കൊച്ചിനിടേണ്ടതെന്ന്. അപ്പം ഞാൻ ഈ മൊണ്ണയോട് ചോദിച്ചു, മൊണ്ണ വിശ്വാസി, താൻ പിന്നെ എന്തിനു നിൽക്കോടോ ഇവിടെ? ഇവിടെ പാസ്റ്റർ തന്നോട് ചോദിക്കണ്ടേ? താനൊരു താഴ്ന്ന ജീവനക്കാരനാണ്, ജോലിക്കാരനാണ്. ആ പെണ്ണിച്ചിരി ഗ്രേഡ് കൂടിയാണ്. 10 ചക്ര പെണ്ണി കൂടിയ പുള്ളിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പെണ്ണിനോട് ചോദിക്കുന്നത്. അങ്ങനെ വെളിവ് കേട്ടൊരു പാസ്റ്റർ അവനും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആത്മീക രോഷം ഉണ്ടാകുക. ദേഷ്യമല്ല, ആത്മീക രോഷം. വ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങൾ പാടില്ല. സ്ത്രീയുടെ തല പുരുഷനാ, പുരുഷന്റെ തല ക്രിസ്തുവാ, ക്രിസ്തുവിന്റെ തല ദൈവമാണ്. അങ്ങനെ കിടക്കുന്നത്. ഈ ഓളെ തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവത്തിന് വേണ്ട. ഏത് മഹാനാണെങ്കിലും ശരി. എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഒരു സദസ്സിലൊക്കെ വെച്ച് ഇങ്ങനെ വെളിവ് കെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും വെളിവ് കെട്ട മറുപടി പറയുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രാർത്ഥിച്ച് എന്നെ വിളിച്ചാൽ ഞാൻ എത്തി നോക്കിയില്ല. ഇന്ന് കൊച്ചി ജനിച്ചതിൻ്റെ പാർട്ടി നടത്താൻ പോവാ, തിരിഞ്ഞു പോലെ നോക്കത്തില്ല അങ്ങോട്ട്, ആ ഭാഗത്തേക്ക്. വ്യവസ്ഥ വിട്ടു പോകുന്നവരുമായിട്ട് ഏത് വകുപ്പപ്പെട്ടവരാണെങ്കിലും നമുക്ക് അവരുമായിട്ട് ബന്ധം വേണ്ട. നമ്മൾ പ്രമാണത്തിൽ നിൽക്കണം, വ്യവസ്ഥയിൽ നിൽക്കണം. കുരപ്പാൻ വയ്യാത്ത ഊമനായ്ക്കൾ അവർ നിദ്രാപ്രിയരായി സ്വപ്നം കണ്ട് കിടന്നുറങ്ങുന്നു. സൗദി അറേബ്യയിൽ പാസ്റ്റർമാർ ഗൾഫ് നാടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. രാത്രി സ്വപ്നം കാണും. എന്താ ഈ സ്വപ്നം? നാളെ ഖത്തറിലേക്ക് ചാടാൻ പറ്റുമോ, ദുബായിലേക്ക് ചാടാൻ പറ്റുമോ, അബുദാബിയിലേക്ക് ചാടാൻ പറ്റുമോ? വിളിച്ചുകൊണ്ടുവന്ന സഹോദരന്മാരോട് ചോദിച്ചു, അവിടെ എവിടെയെങ്കിലും ആൾക്കാരുണ്ടോ? താൻ പിടിച്ചതൊക്കെ പറഞ്ഞോളൂ. ഈ വിളച്ചിൽ പിടിച്ചവന്മാരുടെ വിളച്ചിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിശ്വാസികളല്ലല്ലോ ഗൾഫിൽ ജോലി എടുക്കുന്നവർ. വരുന്ന മാസ്റ്റർമാർ വിളച്ചിൽ പിടിച്ചവന്മാരാ ബഹുഭൂരിപക്ഷവും. ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ സിൻസിയറായിട്ട് വന്നതിലൊന്നാണ് പോൾ ഗോപാലകൃഷ്ണൻ. അങ്ങനെ ചുരുക്കം ചിലരെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നല്ലവരെന്ന് പറയാം. ബാക്കി മുഴുവൻ പൈസ ഉണ്ടാക്കാൻ വന്നവരാ. അവർ വന്നു, പൈസ ഉണ്ടാക്കി, ഇവിടെ വന്ന് അവരെല്ലാം ജഡികന്മാരുമായി. എന്നോട് രഹസ്യമായിട്ട് ചോദിക്കാൻ വിളിച്ച് പറഞ്ഞു തരാം, ദൈവമക്കളെ ഇതൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ഉയർപ്പിനെയാണെന്ന് ഓർത്തോണം. ഇതൊക്കെ ബാധിക്കുന്നത് നമുക്ക് രൂപാന്തര ശരീരം കിട്ടാൻ തടസ്സമാണെന്ന് ഓർത്ത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഈ നായ്ക്കൾ ഒരിക്കലും തെറ്റിവിടാത്ത കൊതിയന്മാരെ തന്നെ, ഇടയന്മാരെ സൂക്ഷിപ്പാൻ കഴിയാത്തവർ. അവരെല്ലാവരും ഒട്ടൊഴിയാതെ താന്താൻ്റെ വഴിക്കും താന്താൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. ലാഭം, ലാഭം, ലാഭം. 94കാരനായ ഒരു ഉപദേശി പറഞ്ഞു മരിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് സുവിശേഷ വേല ലാഭം കൊയ്യുന്നു, ലാഭം കൊയ്യുന്നു. ഇന്നത്തെ പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്നവരെല്ലാം കോടീശ്വരന്മാരാണ്. അവർക്ക് മാടുകളുണ്ട്, അവർക്ക് ഷോപ്പുകളുണ്ട്, അവർക്ക് വിദേശ ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. മദ്യം വെച്ച് ഒഴിച്ചടിച്ചാണ് പ്രസംഗിക്കുന്നത് ഒരുത്തൻ, ഒരു വെളിവ് കെട്ടവൻ. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവന ഇറക്കും പുള്ളി. ഞങ്ങൾ ഇതൊക്കെ കേട്ട് ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ചിരിക്കേണ്ട, കരയാ വേണ്ടത് ശരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താൻ ഓരോരുത്തൻ്റെ ലാഭത്തിനും തിരിഞ്ഞിരിക്കുന്നു. വരുവിൻ, ഞാൻ പോയി വീഞ്ഞു കൊണ്ടുവരാം, നമുക്ക് മദ്യം കുടിക്കാം, ഇന്നത്തെ പോലെ നാളെയും ക്ഷേമത്തിൽ നടക്കാം എന്നവർ പറയുന്നു. മദ്യപിക്കുന്ന വിശേഷന്മാരുണ്ടത്രേ. ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മൊബൈലിൽ നമ്മളൊരു ഫോട്ടോ, ഏതോ ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവ ഹോളിൽ മുട്ടനടി നടക്കുക. അപ്പം ഇന്നലെ അതിലൊരു അച്ചാൻ വിളിച്ചു പറഞ്ഞത്, പാസ്റ്ററിൻ്റെ ഭാര്യയാണ് മറ്റുള്ള സഹോദരിമാർക്കിട്ട് വീക്കുന്നത്. വീക്കാനുണ്ടേ, ഒന്ന് മേത്തോട്ട് വീണാൽ മതി, ചത്തുപോകത്തില്ല. പാസ്റ്ററിൻ്റെ ഭാര്യ പാസ്റ്റർ വരെ കിടന്നടിക്കുന്നുണ്ട്. എന്തുവാ ഇത്? എനിക്കൊന്നേ പറയാനുള്ളൂ, വീണ്ടും ജനനം പ്രാപിക്കാത്ത പാസ്റ്റർമാരെ, വീണ്ടും ജനനം പ്രാപിക്കാത്ത വിശ്വാസികൾ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ ഇതിന് ഉത്തരവാദി? മാനസാന്തരത്തിന് അനുയോജ്യമായ, വീണ്ടും ജനനത്തിന് അനുയോജ്യമായ സ്വതന്ത്ര ഉപദേശങ്ങൾ പ്രസംഗിക്കപ്പെടാതെ പ്രോസ്പെറിറ്റി പ്രസംഗിച്ച് ജനത്തെ ആളെ കൂട്ടി അവരുടെ ഭൗതികം വാങ്ങി തിമിർക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വലിയ സമൂഹം ശുശ്രൂഷകന്മാരായി കേരളം, ഭാരതം ആഗോള വ്യാപകമായി അതപ്പതിച്ചു കിടക്കുക, ജീർണിച്ചു കിടക്കുക.
സുവിശേഷം വിറ്റ് തിന്നുന്ന വ്യാജ സുവിശേഷന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അവരുടെ ശിക്ഷാവിധി, യൂദയുടെ ലേഖനം കൃപയാൽ ഒരല്പം പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ മനസ്സിലാവും. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ എടുത്തൊന്ന് വായിച്ചു. അത് വേണമെങ്കിലൊന്ന് വായിക്കാം. വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാവുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം നിത്യജീവന് തടസ്സമായിട്ടാണ് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുർവേഷ്ടക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ ഉപയോഗിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങി നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവിടെ ദുഷ്കാമ പ്രവൃത്തികൾ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്ക് പറഞ്ഞ് ഈ 10% ഉള്ളത് 20% തരണമെന്ന് പറഞ്ഞ് കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. യൂദയും അവരുടെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ അവരുടെ നാശം പറയുന്നുണ്ട്. പറഞ്ഞ് അവർ പന്നികളെപ്പോലെ, പട്ടികളെപ്പോലെ ഛർദ്ദിച്ച് തിന്നുകയും സകല അശുദ്ധിയുടെയും കിടന്ന് ഉരുളുകയും ചെയ്യുന്നവരാണെന്ന് പത്രോസ് പറഞ്ഞു വയ്ക്കുക. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ആഴത്തിലെടുത്തോണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 40-ാമത്തെ വാക്യം, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നുള്ളതാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നന്നായിട്ട് വായിച്ചു പഠിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം, സാക്ഷാലപ്പം നിങ്ങൾക്ക് തന്നത്. മരുഭൂമിയിൽ അപ്പം കൊടുത്ത കാര്യത്തെക്കുറിച്ചുകൂടെ പറയുക. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാൾ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് പറഞ്ഞ വചനത്തിനാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. മോശ പറഞ്ഞതിന് ജീവനില്ല, ആത്മാവിനില്ല. അത് കൊല്ലുന്നതാണ്, അത് മരണത്തിൻ്റെതാണ്, അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം തൊട്ട് അങ്ങോട്ട് വായിച്ച് പഠിച്ചാൽ മനസ്സിലാകും. മോശയുടെ പ്രമാണവും ഹൃദയത്തിലെഴുതിയ കർത്താവിൻ്റെ പ്രമാണം തമ്മിലുള്ള കമ്പയർ സ്റ്റഡിയാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം. ഞാനത് യൂട്യൂബിൽ ഇടപെട്ട അവസ്ഥയുണ്ടാകും, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകും. ആ വചനത്തിലാണ് ജീവനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടുപഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ, ആമേൻ. ഞാൻ ഉള്ള പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. തിന്നുന്നവൻ എന്നേക്കും ജീവിക്കേണ്ടതിന്, തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പം ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാണ്. എന്താണ് ഈ മാംസം? എന്താണ് ഈ അപ്പം? വചനം.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. അപ്പൊ കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് ആത്മാവും ജീവനും. ഈ ആത്മാവും ജീവനുമായ വചനമാണ് കർത്താവ് ആരെ ഏൽപ്പിച്ചത്? അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്. അതാണ് അടുത്ത വിഷയം. ഞാൻ കൺക്ലൂഷനിലേക്ക് വരിക. അപ്പൊ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച വചനത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആണെന്ന് കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് എന്ത് ചെയ്തു? പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ അവസാന അധ്യായം വരെ ഒരു 10 പ്രാവശ്യം ഈ പ്രസംഗം കേൾക്കുന്നവരൊന്ന് വായിച്ചു പഠിച്ചേ. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നു. കർത്താവിൻ്റെ വചനങ്ങളാണ് പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായവർ പറയുന്നത്. അതിനെയാണ് വാക്കിനാൽ ലേഖനത്താൽ തന്നെ പ്രമാണം എന്ന് പറയുന്നത്. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് നിത്യത പ്രാപിക്കാം. മരണാനന്തര ജീവിതം ക്രിസ്തുവിനോടൊപ്പമായിരിക്കാം. അല്ലാതെ ഒരു ജപ്പടി വിദ്യ കൊണ്ട് അങ്ങോട്ട് പോക്ക് നടക്കില്ല. എൻ്റെ സഹോദരൻ്റെ മകളുടെ മരണമാണ് ഈ ദൂത് പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. നീ വലിയ ദുഃഖമുണ്ട്. കാരണം മരിക്കുന്ന ഈ മനുഷ്യരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പെന്തക്കോസ്തുകാർ മരിച്ചാൽ അങ്ങോട്ടാ പോകുന്നേ. ദാസന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടേ കുടിച്ചിട്ട് വെയിലദേശത്ത് പോയി പ്രൊമോട്ടഡ് ഹെവൻ, സ്വർഗത്ത് പോയെന്നൊക്കെ പറഞ്ഞ് അവർ സ്വത്രാഴ്ചയും മേടിച്ച് കാപ്പിയും കുടിച്ച് ചോറും തിന്നൊക്കെ പോവാണ്. ഇതെങ്ങോട്ട് പോകുന്നു? വല്ല നിശ്ചയമുണ്ടോ ആർക്കെങ്കിലും? മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് വരുമോ? രൂപാന്തരം കിട്ടുമോ? കർത്താവിൻ്റെ ഒരു രണ്ടിലൊന്ന് സംഭവിക്കണ്ടേ? ഇത് കിട്ടുമോ? ഇത് കിട്ടാനും തതുല്യമായ ജീവിതം ആരെങ്കിലും നയിക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രസംഗം മുഴുവൻ അതാണ്. ഇതിപ്പോൾ ദുരുപദേശമായി. ഈ സങ്കീർത്തനം വായിച്ച് പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പറയുന്ന ഉപദേശവുമായി ഇപ്പം അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന പലരും. ചിത്രീകരിച്ചോ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്യാപ്റ്റൻ ശമ്മൽ പറയും പോലെ കാഹളം ധരിക്കുമ്പോൾ അറിയാം ആരാണ് വിശ്വാസി, ആരാണ് നരകത്തിലേക്ക് പോകുന്നത്, ആരാ നിത്യയിലേക്ക് പോകുന്നത്. എനിക്കത് മാത്രമുള്ളൂ പേടി. എനിക്ക് മരണാനന്ത ജീവിതത്തിൽ ഉയർപ്പോ രൂപാന്തരം കിട്ടും. അത് ഒറ്റ വിഷയത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നേ. ഇവിടുത്തെ നമ്മുടെ ജീവിതം മുഴുവൻ ഞെരുക്കവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പൊങ്ങം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ ഈ പ്രാവശ്യം പ്രസംഗിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച വചനം സ്വർഗരാജ്യം എന്നുള്ളതാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും പ്രസംഗം തകർത്ത് വെച്ച് പ്രസംഗിക്കുക. നല്ല പ്രസംഗങ്ങളുണ്ട്, ഇല്ലാത്തവരുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കണ്ടേ? പിന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ ശിക്ഷയിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പം സ്വർഗരാജ്യത്തിൽ കിടക്കാനുള്ള പ്രസംഗം പറയണ്ടേ? പറഞ്ഞ പക്ഷേ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ അവസാനമുള്ള വാക്യം വായിച്ച് പഠിപ്പിക്കണ്ടേ? പിതാവിൻ്റെ ഇഷ്ടം അതാണെന്ന് പറയണ്ടേ? വായിച്ച് പഠിച്ചോണേ. പറയാനുള്ള സമയമില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് പ്രസംഗിക്കണ്ടേ? ഈ വിളച്ചിൽ അടി കാണിക്കുന്നവർ എങ്ങനെയാണ് പ്രസംഗിക്കാൻ പറ്റുക? അടിപ്പും വെട്ടും ചരിപ്പും വഞ്ചനയും കാണിക്കുന്നവർ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? 10% എന്താ, 20% എന്താ, 50% താന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നിത്യജീവന്റെ വചനം കിട്ടുന്നത്? ആ കാശിന് പോക്കില്ലാത്തവനൊക്കെ കോട്ട് വിട്ട് ടൈയും കെട്ടി കോടിക്കണക്കിന് രൂപ ആസ്തി വരും. ഇത് എവിടെ നിന്ന് വന്നു? ആൾക്കാരെ വഞ്ചിച്ച തുകയല്ലേ, ചതിച്ചുണ്ടാക്കിയതല്ലേ. യെരൂശലേം കാണിക്കാനായിട്ട് 75,000 രൂപ മതിയെന്ന സ്ഥാനത്ത് 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞൊരു പാർട്ടി എല്ലാത്തിനെയും കൂടി കൊണ്ടുപോയി. ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചെടുത്ത് പുള്ളി. വിശ്വാസികളെല്ലാം മൊണ്ണകളെ പോലെ ഇപ്പോഴും നടക്കുക, ഒരു പ്രത്യാശയില്ലാത്തവരായിട്ട് നടക്കുക. ലോകത്തിന് അൻപുപരാകരുതെന്ന് വചനം പറയുമ്പോൾ ലോകത്തിന് അൻപുപരായി ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരണാനന്തര ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളും ഉപദേശങ്ങളും ദൈവസഭ ശുശ്രൂഷകന്മാർ വിശ്വാസികൾ അനുസരിച്ച് ജീവിച്ചാലേ നിത്യതയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇവിടെ കിടന്ന് പ്രസംഗിച്ച് കാശുണ്ടാക്കി അവരൊക്കെ സുഖലോലുപന്മാരെ ജീവിച്ച് ഇവിടെയെങ്കിലും ഒരു സുഖിച്ച് ജീവിച്ച് അവിടെ ചെല്ലുമ്പോൾ നരകത്തിൽ പോട്ടെന്ന് വെച്ചോളാം. ഈ വചനം കേൾക്കാൻ പോകുന്നവരെന്താ, ഇവിടെയും കഷ്ടപ്പാട് അവിടെയും കഷ്ടപ്പാട്. അതുകൊണ്ട് ഭയങ്കര ചൂടായിപ്പോൾ. ഈ ചൂട്
വചനത്തിലുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലുണ്ടോ? ഉഷ്ണം അത്യുഷ്ണം ഉണ്ടാവുമെന്ന്? അതിക്ഷാമം ഉണ്ടാവുന്നുണ്ടോ? യുദ്ധങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുകയല്ലേ? ക്ഷാമവും ഭൂകമ്പവും യുദ്ധവും ചൂടും വെയിലും മഴയും, ഇനി ജലപ്രളയം വരുന്നു, അതും ഭയങ്കരമായിരിക്കും. അപ്പോൾ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടി തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തെ ദൈവം അടിച്ചു തുടങ്ങിക്കഴിഞ്ഞു. കോവിഡ് തൊട്ട് അടി തുടങ്ങി, അതിന് മുമ്പൊക്കെ ഉണ്ട്. പ്രത്യക്ഷമായിട്ട് നമ്മൾ അപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. ഈ അടിയെ കണ്ടുകൊണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് കാല് പിടിച്ചപേക്ഷിക്കുക. ഇനി അധിക സമയം നമ്മുടെ മുൻപിലില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ച മരണത്തെ മറികടക്കാൻ ആർക്കും കഴിയത്തില്ല. മരണാനന്തര ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ അതിനുള്ള ഉപദേശം നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ആ ഭാഗം കൂടി വായിച്ച് ഞാൻ എൻ്റെ മെസ്സേജിൽ നിന്ന് തൽക്കാലം വിരമിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ വിഷയങ്ങളൊന്ന് വായിച്ചു വിടാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ. അത് വായിച്ച് പറയാനായിട്ടുള്ള സമയമില്ല. പിന്നെ ഏതെങ്കിലും സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് സവിസ്താരമായിട്ട് പറയാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം മരണം വിട്ടിൽ വായിക്കുന്നതാ. ഞാനിപ്പോൾ സ്വഭാവത്തിനത് വായിക്കാൻ പോവാ. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുമെന്ന് ഏതു വിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണികളത്രേ വിതയ്ക്കുന്നത്. ദൈവമോദൻ്റെ ഇഷ്ടം പോലെ അതിന് ഓരോ ശരീരവും ഓരോരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെ ഒരു മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. അത് വായിച്ച് നിർത്താനായിട്ട് ഞാൻ പെട്ടെന്ന് വായിക്കുക. അതിൻ്റെ 42 മുതൽ വായിക്കും. നിങ്ങളെല്ലാവരും 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 58 വരെ ഒരു 10 പ്രാവശ്യം വായിച്ച് പഠിച്ചോണം. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ 47 മുതൽ വായിക്കുക, 42 മുതൽ വായിക്കുക. മരിച്ചവരുടെ പുനരുദ്ധാനവും അങ്ങനെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീയ പിന്നത്തേതിൽ വരുന്നു. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. സൗരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ഈ ദ്രവ്യത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ചെയ്യും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവ്യത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവ്യത്വമുള്ളത് അമർത്യത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ശ്രദ്ധിച്ചോണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. ഈ 50 മുതൽ 15-ന്റെ 50 മുതൽ 57 വരെയുള്ള വാക്യം വളരെ പ്രധാനമാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് മിടിക്കുന്നതിലൂടെ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചവർ രക്ഷരായി ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും നാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. നാം രൂപാന്തരപ്പെടും, നാം ഉയർത്തെഴുന്നേൽക്കും. ഇതാരോട് പറഞ്ഞു? പൗലൂസ് കൊരിന്ത്യരോട് പറഞ്ഞു. പൗലൂസിനെ കുറിച്ചും കൊരിന്ത്യ സഭയോടുള്ള വിഷയമായത്. ഒരു പാസ് ഈ വാക്യം എടുത്ത് ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ, നാം എല്ലാവരും രൂപാന്തരപ്പെടും, നാം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. ആര്? കൊരിന്ത്യ സഭയിലുള്ളവരെ. പൗലൂസും കൊരിന്ത്യ സഭയിലുള്ളവരെ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി തീർന്നവരെ, അപ്പോസ്തലന്മാരെ പോലെ ആയവർ, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായവർ. കൊരിന്ത്യയിലെ വിശ്വാസികൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി വ്യഭിചാരം ചെയ്ത് പാപം ചെയ്ത് കടന്നവർ, കേസും കോടതിയായിട്ട് നടന്നവർ, ഉപദേശങ്ങളിലവരെ തല്ലിച്ചതച്ച് അവരുടെ പക്ഷപിടുത്തത്തെ മാറ്റി, അവരുടെ വികലമായ കാഴ്ചപ്പാടുകളെ മാറ്റി, അവരുടെ ശൈശവാവസ്ഥകളെ മാറ്റി അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി. അവരോടാണ് പൗലോസ് പറയുന്നത്, നാം രൂപാന്തരം പ്രാപിക്കും, നാം ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ആകണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാകണം. അല്ലാതെ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്? ചുമ്മാ പൊട്ടത്തരം വിളിച്ച് പറയുക.
മുമ്പിലിരിക്കുന്ന ജനത്തോട് പറയാം, നമ്മളെല്ലാവരും രൂപാന്തരം പ്രാപിക്കും, നമ്മളെല്ലാവരും ഒരു തന്നേറ്റ് വരും. ഈ വെറുതെ സഭയിൽ പോലുള്ള ക്രിസ്തുവിൻ്റെ പത്രമായിട്ടാണോ ജീവിക്കുന്നത്? നീ അപ്പോസ്തലന്മാരെ പോലെ പ്രമാണം അനുസരിച്ചാണോ ജീവിക്കുന്നത്? കോടതിയും വഴക്കും കേസും കൂട്ടത്തല്ല. കഴിഞ്ഞ ആഴ്ച കണ്ടതാ, കൂട്ടത്തല്ലേ. ഒരൊറ്റ ഒരെണ്ണമില്ല ഇത് രക്ഷിക്കപ്പെട്ടത്, ഒരൊറ്റ ഒരെണ്ണമില്ല വീണ്ടും ജന്മം പ്രാപിച്ചത്. എല്ലാം ജഡീകന്മാരാണ്, വിത്ത് പാസ് ഉൾപ്പെടെ. മനസ്സിലായോ? ആ നിലയിൽ പെന്തക്കോസ്ത് അതപ്പതിച്ച് കിടക്കുക. അത് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങ് ചൂടാവും. എന്ത് ചൂടായിട്ട് ഒരു കഥയില്ല, മാനസാന്തരപ്പെട്ടച്ചാൽ മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. ആരാണ് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുന്നവർ? ക്രിസ്തുവിൽ മരിച്ചവർ. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. പിന്നെ മൂന്നാമതൊരു കണ്ടീഷനില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നടത്തുമ്പോൾ നമ്മൾ നിത്യതയിൽ ആ ശുഭതുറമുഖത്ത് കർത്താവിൻ്റെ മുഖം കണ്ട് കർത്താവിനെ ആരാധിച്ച് ആ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഈ പ്രബോധന വാക്യങ്ങൾ നമുക്ക് ഉപകാരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.